കേരളത്തിലെ മീഡിയ ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാത്ത, ഒരുങ്ങാത്ത ഒരു സംഭവമാണ് ശർമ്മിഷ്ഠ പനോളിയുടെ വിഷയം. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 22 വയസ്സുള്ള ഈ LLB വിദ്യാർത്ഥിനി പൂനെയിൽ LLB പഠിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഈ ശർമ്മിഷ്ഠ പനോളി എന്ന വിദ്യാർത്ഥിനി. ആ വിദ്യാർത്ഥിനിക്കെതിരെ റഷ്ദി ഫൗണ്ടേഷൻ്റെ സ്ഥാപകനായിട്ടുള്ള വസാഹത്ത് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കേസ് കൊടുത്തു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ടു. ആ FIRൻ്റെ അടിസ്ഥാനത്തിൽ ശർമ്മിഷ്ഠ പനോളിയെ പശ്ചിമ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. 1500 കിലോമീറ്ററുകൾക്കപ്പുറം ഹരിയാനയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. എന്താണ് ഇവർ ചെയ്ത കുറ്റം? ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് അഭിമാനകരമായി അവർ ഒരു പോസ്റ്റ് ചെയ്തു എക്സിൽ. ആ പോസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻകാരിയായ ഒരു സ്ത്രീ മറുപടി ഇട്ടു. ആ മറുപടിയിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഭീകരവാദികൾ, പാകിസ്ഥാൻകാർ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതിന് എന്ത് തെളിവാണ്? പാകിസ്ഥാനെ അകാരണമായി കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആ പാകിസ്ഥാനിലെ സ്ത്രീ ഈ വാർത്തയോട് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിനെതിരെയുള്ള പ്രതികരണത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ ശർമ്മിഷ്ഠ പനോളി എന്ന പെൺകുട്ടി മറുപടി നൽകി. ആ മറുപടിക്കെതിരെയാണ് വസാഹത്ത് ഖാൻ എന്ന് പറയുന്ന കറാച്ചി ആസ്ഥാനമായുള്ള സ്കൈ ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെ കൽക്കട്ട ആസ്ഥാനമാക്കി റഷ്ദി ഫൗണ്ടേഷൻ നടത്തുന്ന വസാഹത്ത് ഖാൻ കേസ് കൊടുത്തത്. ഈ വസാഹത്ത് ഖാൻ ആരാണ്? ഹിന്ദു ദേവീ ദേവന്മാരെ നിരന്തരം അധിക്ഷേപിക്കുകയും വളരെ മ്ലേച്ഛവും മോശവുമായ രീതിയിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൽ കുപ്രസിദ്ധനാണ് ഈ വസാഹത്ത് ഖാൻ. ആ വസാഹത്ത് ഖാനെതിരെയും കേസുകളുണ്ട്. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പശ്ചിമ ബംഗാൾ പോലീസിന് ധൈര്യമില്ല, അല്ലെങ്കിൽ മമതാ ബാനർജി അത് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ ശർമ്മിഷ്ഠ പനോളിക്കെതിരെ എടുത്തിരിക്കുന്ന എന്തെല്ലാം ഗുരുതരമായ കേസുകളാണ്. സെക്ഷൻ 299, സെക്ഷൻ 352, സെക്ഷൻ 353 1C, സെക്ഷൻ 196 1 എന്നിങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. കേസെടുത്തത് പശ്ചിമ ബംഗാൾ പോലീസാണ്. മമതാ ബാനർജിയുടെ താൽപ്പര്യപ്രകാരമാണ്. എന്നാൽ മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ എത്രയോ കേസുകളുണ്ട്. പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മറ്റൊരു MP ആയ സയോണി ഘോഷ് ഭഗവാൻ ശിവനെക്കുറിച്ച് വളരെ മ്ലേച്ഛവും മോശവുമായ രീതിയിലുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തി. പക്ഷെ കേസുണ്ട്, അറസ്റ്റ് ചെയ്യുന്നില്ല. ഫിർഹാദ് ഹക്കീം എന്ന് പറയുന്ന ഒരു മന്ത്രി മമതാ ബാനർജിയുടെ മന്ത്രിസഭയിലുണ്ട്. ആ മന്ത്രിസഭയിലെ മന്ത്രി, അതായത് ഫിർഹാദ് ഹക്കീം, അദ്ദേഹത്തിനെതിരെയും അശ്ലീല പരാമർശങ്ങളുടെ പേരിൽ നിരവധി FIRകളുണ്ട്. പക്ഷെ കേസെടുക്കുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ രേഖ പത്ര എന്നുള്ള BJPയുടെ നേതാവിന്, വനിതാ നേതാവിനെതിരെ അശ്ലീല പരാമർശം നടത്തിയതിനും ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. പക്ഷേ അറസ്റ്റ് ചെയ്യുന്നില്ല. അതായത് കൃത്യമായിട്ടുള്ള FIRകളും കേസുകളും തൃണമൂൽ കോൺഗ്രസിൻ്റെ നിരവധിയായ MPമാർക്കും മന്ത്രിമാർക്കുമെതിരെ നിലനിൽക്കുമ്പോഴും അവിടെയൊന്നും കേസെടുക്കാതെ, എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയുടെ പോലീസ് ഈ പറയുന്ന കുട്ടിക്കെതിരെ, ആ LLB വിദ്യാർത്ഥിനിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ദേശസ്നേഹത്തിൻ്റെ പേരിൽ. എന്തിനാണ്? ഇസ്ലാമിക തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിക തീവ്രവാദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ ഇവരുടെ ഈ ദുരുപദിഷ്ഠിതമായ നിലപാടുകൾക്കെതിരെ സത്യം പറഞ്ഞാൽ മമതാ ബാനർജിക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. അതിനേക്കാൾ അത്ഭുതകരമായ ഒരു കാര്യം, ഈ വിഷയം എന്തുകൊണ്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇത് ചർച്ച ചെയ്താൽ ഇവരുടെ ഇരട്ടത്താപ്പ്, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും എല്ലാം ഇരട്ടത്താപ്പ് പുറത്താകും. അതായത് ഹിന്ദുക്കളെ ആക്ഷേപിക്കുമ്പോൾ അതിന് കേസില്ല, ഹിന്ദു ദേവീദേവന്മാരെ ആക്ഷേപിച്ചാൽ അതിന് കേസില്ല, അതിന് ചർച്ചയില്ല. മറിച്ചാണെങ്കിൽ അവിടെ കേസുണ്ട്, അറസ്റ്റുണ്ട്, ചർച്ചയുണ്ട്. ഇത് പ്രബുദ്ധ കേരളം ചിന്തിക്കേണ്ട വിഷയമല്ലേ എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം.